ഹലോ ഗേയ്സ്, പ്ലാൻസ് വോൾഗൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലത്തെ പൂക്കളും ചെടികളും എല്ലാം എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീട്ടിലത്തെ റോസ ചെടിയൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നിറയെ ബഡൊക്കെ വന്നിട്ട് ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ റോസൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെതാ എൻ്റെ എല്ലാ റോസും നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ എൻ്റെ താമര ഇതാ വൈറ്റ് പിയോണി ഇതാ ബഡ് വന്ന് നിൽക്കുന്നു. വൈറ്റ് പിയോണിയിൽ ഇതാ ബഡൊക്കെ ചെറുതാവാൻ തുടങ്ങിയൊക്കെ ട്യൂബർ എടുത്തിട്ട് മാറ്റി വയ്ക്കാനായി. അത് കാരണം ഇപ്പോൾ ചെറിയ ചെറിയ ഫ്ലവറുകളാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇതാ ഓണത്തിനായിട്ടുള്ള കാശിത്തുമ്പോൾ ഓണത്തിന് പൂവിടാൻ ഇഷ്ടംപോലെ ഫ്ലവറുണ്ട്. എന്താ ചെടികളെല്ലാതും നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളും ചെടികളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ നല്ല മഴത്തുള്ളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണിത്. ചെടികളെല്ലാതും ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ സെയിനായിട്ടുള്ള ചെടികളാണ് കേട്ടോ. പിന്നെ വിങ്ക നല്ല ഭംഗിയുള്ള പീച്ച് കളറ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ. ഇത് സെയിലിനായിട്ടുള്ളതുണ്ട്. അതിൻ്റെ പ്ലാന്റുകൾ സെയിലിനായിട്ടുണ്ട്. പിന്നെ ബോർഡർ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത്. നല്ല മഞ്ഞ ഫ്ലവറാണ്, അതിൽ ഓറഞ്ച് ഞെട്ട്. ആ ഫ്ലവർ കൊഴിഞ്ഞാലും അത് ആ ഞെട്ടിങ്ങനെ നല്ല മാസത്തോളം ആ ഞെട്ടിങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതാ എൻ്റെ ചെടികളല്ലാതും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ ഈ ചെടി ഇത് കാക്കാപ്പൂവ് പറയുന്ന ആ ചെടി നിറയെ ഉണ്ട് കേട്ടോ. നിറയെ സെയിലിനായിട്ടുള്ളതുകൊണ്ട് നല്ല ഭംഗിയിൽ പല കളറിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ചെടികൾ. കണ്ടോ, അല്ലാതെ നിറയെ ഫ്ലവറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഓണത്തിന് പൂവിടാനായിട്ട് നിറയെ ഫ്ലവറായിട്ട് ചെടികൾ നിൽക്കുന്നുണ്ട്. പിന്നെ എന്താ ഈ റെഡ് ഫ്ലവറായിട്ടുള്ള ഈ ചെടി അത് സെയിലിനായിട്ടുള്ളതാട്ടോ. നല്ല ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അത്. പിന്നെ അതാ ഇത് നല്ല പിങ്ക് കളറ് ഫ്ലവറായിട്ടുള്ളത്, ഇതും ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെടി ചട്ടിയിലൊക്കെ വെച്ച് നല്ല ഭംഗി ഉണ്ടാവും അത് ആ ചെടി. പിന്നെ എന്താ ഇവിടെ ഒരു വേറൊരു പിങ്ക് കളറായിട്ട് ഒരു ഫ്ലവറും കൂടെ ആയിട്ട് ഇതാ ഈ ചെടിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്, ഹാങ്ങിങ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് നിറയെ ഫ്ലവറായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാനും എൻ്റെ ഏട്ടനും കൂടെ നെറ്റൊക്കെ കെട്ടിയിട്ട് ഞങ്ങളൊരു വള്ളിച്ചെടി ഉണ്ട് കേട്ടോ. ആ വള്ളിച്ചെടി കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നെറ്റൊക്കെ കെട്ടിയതാണ്. ആ വള്ളിച്ചെടി ഇതിൽ നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ ഫ്ലവർ ഉണ്ടാവും, ഉള്ളിലിങ്ങനെ ഒരു പൊട്ട് വെച്ച പോലെ ആ ചെടി. അത് കാണാൻ നല്ല ഭംഗിയാണ്, ഫ്ലവർ നിറയെ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങളത് നെറ്റ് കെട്ടിയിട്ട് അതിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അതും ശംഖുപുഷ്പം കൂടെ ഒരു സൈഡിലാക്കിയിട്ട് അങ്ങനെ കയറ്റാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നെറ്റ് കെട്ടി കൊടുത്തതാണ് കേട്ടോ അത്. പിന്നെ എൻ്റെ ചെടികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ താമരക്കുളത്തിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ. താമരക്കുളം ഞങ്ങളിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഏട്ടന് കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഞാനും ഏട്ടനും കൂടെ ഞങ്ങളുടെ താമരക്കുളം ഒന്ന് സെറ്റ് ചെയ്യും. എന്നിട്ട് താമരകൾ ട്യൂബർ എടുത്തതൊക്കെ ഇതിൽ നടാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ അതാ നിറയെ കാശിത്തുമ്പ നിറയെ ഫ്ലവറായി നിൽക്കുന്നു. ഓണത്തിനക്ക് വേണ്ടിയിട്ട് പൂവിടാനായിട്ടുള്ള കാശിത്തുമ്പകളാണ് ഇതെല്ലാം നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബൈ.